ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കൊരു കല്യാണത്തിന് പോയാലോ? ദേ ഞാനിച്ചാൻ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ഫാമിലി മൊത്തം ഉണ്ട്. ഞങ്ങളുടെ കസിൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ മാരേജാണ് കേട്ടോ. ഞങ്ങൾ നേരെ വന്നതും ദേ വേഫേഴ്സ് പ്ലസ് ചോക്ലേറ്റ് ആൻഡ് പോപ്കോൺ ദെൻ ഫ്രഷ് ജ്യൂസൊക്കെ ഉണ്ടാകും. ഞങ്ങൾ ഫ്രഷ് ജ്യൂസൊക്കെ ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ മേലെ പോയത്. അതായത് ഇച്ചിരി ഹറിബറിയായിട്ടാണ് ഞങ്ങൾ എത്തിയത്. 10:30 എന്ന് പറഞ്ഞ് 12 എത്തി. ഞങ്ങളിങ്ങനെ ദൈവമേ കഴിഞ്ഞാണെന്ന്. പക്ഷേ ഞങ്ങൾ പോകുമ്പോഴാണ് മാരേജ് നടക്കുന്നത്. അതായത് ഏറ്റവും മേലെ ചർച്ച്, ദെൻ അതിന് താഴെ നമ്മുടെ റിസപ്ഷൻ ഹാള്, ലാസ്റ്റിലാണ് നമ്മുടെ ഫുഡ്. ഇതാണ് ഞങ്ങളുടെ ജേസ്കുട്ടി, എൻ്റെ കസിൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ അവൻ പള്ളിയിൽ ഇരുന്നിട്ട് പോപ്കോൺ വേണമെന്ന് പറഞ്ഞ് കരകിട്ട് അങ്കിൾ താഴോട്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ അവനെയും കൊണ്ടുവന്നിട്ട് പോപ്കോണും ജ്യൂസും വേഫേഴ്സ് ചോക്ലേറ്റിലൊക്കെ മുക്കിയിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ പോയപ്പോഴത്തേനും മാരേജൊക്കെ കഴിഞ്ഞു. ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നില്ല. ആ പെൺകുട്ടിയുടെ ഡ്രസ്സും തന്നെ ഞങ്ങളുടെ നെസയുടെ ഡ്രസ്സൊക്കെ അടിപൊളിയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ കസിൻ്റെ മേക്കപ്പിന് എന്തോ ചെറിയ കറക്ഷനൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ അമ്മു. പിന്നെ ഇത് അച്ചു, അത് വാവാ, അങ്ങനെ ഞങ്ങളുടെ ഫാമിലി മൊത്തം പെൺപടയാണ്. ഇതൊക്കെ പെൺകുട്ടിയുടെ റിലേറ്റീവ്സ് ആയിരുന്നു. അവിടെ ഡ്രസ് കോഡ് നൈസായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് റിസപ്ഷൻ ഹാളിലോട്ട് വന്നു. ദെൻ അവിടെ നിന്ന് കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ സൈഡിൽ കൂടെ കഴിപ്പും മൊത്തത്തിൽ ഞങ്ങളെ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ജേസ്കുട്ട ഫുൾ പോപ്കോൺ, പിന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും ബഹളവും. കാരണം ഇതുപോലത്തെ ഇതിനൊക്കെ ഇല്ല നമ്മളെല്ലാം ഒന്നിച്ചു വേണം. താഴോട്ട് ഇറങ്ങിയപ്പോൾ ഫുഡ് കഴിക്കാൻ അമ്മ നിൽക്കുന്ന കണ്ടോ ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ അവിടുത്തെ എല്ലാ മാരേജും ഇതുപോലെയാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാനായിട്ട് താഴോട്ട് ബാക്കി എല്ലാം കിട്ടി, അത് മാത്രം കിട്ടാത്തതിൻ്റെ സങ്കടം നമ്മളെല്ലാം ട്രൈ ചെയ്യണ്ടേ. ഒന്നും കഴിക്കില്ല. ഞങ്ങളെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല, അവരെപ്പോഴത്തെ നഷ്ടമാണെന്ന് പറയും. പിന്നെ മേലോട്ട് വന്നപ്പോഴത്തേനും വീണ്ടും കേക്ക് കട്ടിയിട്ട് അവർ ക്രീം കേക്ക് ഞാൻ കൊണ്ടുവന്നു. ദെൻ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ബനാന കേക്ക്, ദെൻ അതിൻ്റെ കൂടെ വൈൻ. ഞാനൊക്കെ ഒരു വൈൻ ലവറാണെന്നൊക്കെ പറയാം കേട്ടോ. പിന്നെ ഞങ്ങളവിടെ ഇരുന്ന് തീറ്റയായിരുന്നു. അത് കഴിഞ്ഞതേ താഴെ ഫുഡ് കഴിക്കാൻ സ്ഥലം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ പപ്പയും പരിപ്പുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയപ്പോൾ എൻ്റെ കണ്ണ് തള്ളിയത് കൊഞ്ചാണ് ഗൈസ്. അവിടെ ആ പപ്പയ്ക്ക് കിട്ടിയ ഒരു കൊഞ്ചും അത് ഞാൻ നൈസായിട്ട് മുക്കി പപ്പ എടുത്തോളം പറഞ്ഞു കേട്ടോ. ആ ഒരു സൈഡിൽ നിന്നിട്ട് ഞാൻ കുറേ നേരം കിടന്ന് കഷ്ടപ്പെട്ടു. അവസരം നടക്കാത്തപ്പോൾ പിന്നെ പപ്പ ആ കമ്പ് പിടിച്ച് വലിച്ചിട്ട് ഞാൻ പിന്നെ അത് ഫുള്ള് കറുമുറാന്ന് കഴിച്ചു കേട്ടോ. കുറേ നേരം തന്നെ തൊലിയെടുത്ത് അങ്ങ് ദേഷ്യം വന്നു. പിന്നെ ഞാൻ ഫുള്ള് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് മേലെ നമ്മൾ ക്രീം കേക്ക്, നേരത്തെ മറ്റേ ബനാന കേക്ക് ആയിരുന്നു കേട്ടോ ഗൈസ്, ഇപ്പോൾ ക്രീം കേക്കാണ്. തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ. പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങളൊന്നും അറിയാത്ത പോലെ കഴിപ്പായിരുന്നു കേട്ടോ. ഇത്ര നേരം ഡീസൻ്റായിട്ട് കഴിച്ചിരുന്നു. ഞാൻ എൻ്റെ ഒറിജിനൽ സ്വഭാവം കാണിക്കുന്ന അവളത് വീഡിയോയിലെടുത്തു. പിന്നെ അവരുടെ ഫാമിലിയിലെ പെൺകുട്ടിയുടെ ഫാമിലിയിൽ അവർ ഡാൻസ്, പിന്നെ പെൺകുട്ടി ഗൗണൊക്കെ മാറ്റി സാരിയൊക്കെ എടുത്തിട്ട് വന്നു. പിന്നെ ഞങ്ങൾ ആ ഒരു ഗ്യാപ്പിൽ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളതേ ഫുഡ് കഴിക്കാൻ വന്നു. കൊഞ്ച്, ചിക്കൻ, ബീഫ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഈ കൊഞ്ച് ഒന്നൊക്കെ തരത്തുള്ളൂ കേട്ടോ. ഞങ്ങളിങ്ങനെ വീണ്ടും ചോദിച്ചപ്പോഴാണ് തന്നത്. പിന്നെ പെട്രോൾ അടിച്ചിട്ട് കുഞ്ഞിൻ്റെ സ്കൂളിൽ പോയി കുഞ്ഞിനെ എടുക്കാൻ കേട്ടോ. ഈവനിങ് ഞങ്ങൾക്ക് വേറൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. അടുത്ത വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.